തൃശൂർ ഗുരുവായൂരിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് 2 വയോധികർക്ക് പരിക്കേറ്റു. 67 വയസ്സുള്ള അംബിക, 76 വയസ്സുള്ള കുട്ടപ്പൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 12 മണിയോടെയാണ് അപകടം നടന്നത്. ഇരുവരെയും ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാരംഗ് PS ആണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. സാരംഗ്, എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായതൊപ്പം ഈ പരിക്കേറ്റ വയോധികരുടെ നില എങ്ങനെയാണ്? ഗുരുതരമായ പരിക്കാണോ? അക്ഷയ്, ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് അടുത്തുള്ള വീട്ടിലാണ് ഇത്തരത്തിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയിട്ടായിരുന്നു സംഭവം. 67 വയസ്സുള്ള അംബിക, 76 വയസ്സുള്ള കുട്ടപ്പൻ എന്നിവർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല. എന്തായാലും വലിയൊരു സംഭവമായിരുന്നു. ഉഗ്രശബ്ദത്തോടു കൂടിയിട്ടാണ് ഈ ഫ്രിഡ്ജ് പൊട്ടിയത്. ഈ രണ്ടുപേരും വലിയ രീതിയിൽ ഭയപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചുണ്ടായ പുക ശ്വസിച്ച് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. രാത്രി തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി പിന്നീട് വേണ്ട സുരക്ഷാ നടപടി ക്രമീകരണങ്ങളൊക്കെ ചെയ്ത ശേഷം ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മറ്റ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചതിൻ്റെ കാരണം പ്രാഥമികമായിട്ട് വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ മറ്റങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ മൂലമായിരിക്കാം ഇത്തരത്തിൽ, അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന ഫ്രിഡ്ജായിരിക്കാം ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. എന്തായാലും അത് സംബന്ധിച്ച് വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല. രാത്രിയോടുകൂടി തന്നെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചു. ഈ പുക ശ്വസിച്ചതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ളത്. സമീപത്തുള്ള ആളുകളൊക്കെ തന്നെയും ഈ ഉഗ്രശബ്ദം കേട്ട് ഓടിയെത്തി. പിന്നീട് ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ എത്തിക്കൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങളും പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അക്ഷയ്, ശരി സാരംഗ്, എന്തായാലും തൃശ്ശൂരിലാണ് ഇത്തരത്തിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് 2 വയോധികർക്ക് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്ന വിവരങ്ങളാണ് സാരംഗ് നൽകുന്നത്.